വൈകുന്നേരം ചായക്കൊക്കെ കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതായത് കുൽക്കുൽ. നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിന് കാരക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഈ സ്നാക്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇപ്പൊ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനൊരു 250 ml കപ്പാണ്. അപ്പൊ അതില് 2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ മിക്സ് ആക്കി എടുക്കണം. നെയ്യ് തീരെ കട്ടയില്ലാതെ ഈ മാവിലേക്ക് നല്ലോണം യോജിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരണം. അപ്പൊ ഞാനിതാ ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പൊ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ ചേർത്ത വെള്ളം ഇപ്പം കണക്കാണ്. അപ്പം ഞാനിതെങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഫുള്ളായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പൊ ഇതാ നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അടപ്പ് വെച്ച് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ച് റെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഞാനിതാ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പം നമ്മൾ പൂരിക്കൊക്കെ എടുക്കൂല, അതേപോലെ അതിനെക്കാട്ടി ചെറിയ ബോൾസ് ആക്കിയാൽ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വണ്ണത്തിൽ വേണം ആയ ഷേപ്പിൽ വേണം ഈ ബോൾസ് ഇങ്ങനെ എടുക്കാൻ. അപ്പൊ ഞാനിതാ ഇത്ര ചെറിയ ബോൾസ് ആണ് ആക്കിയെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാനിതാ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ ഇതാ ഞാനിതാ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് വേഗം വേഗം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്കിതാ ഇതേപോലത്തെ അരിപ്പ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഈ അരിപ്പയുടെ മേലെ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഇതിന്റെ മേലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പൊ ഇതാ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുമ്പോൾ അതിന്റെ ഡിസൈന് ഈ സ്നാക്സിന്റെ മേലെ ഇങ്ങനെ വരും. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതാ ഒന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതിന്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കാണാനും നല്ല രസമുള്ള ഒരു ഡിസൈൻ ആയിട്ട് ഇത് വരും. അപ്പം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഇതേപോലെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാനിതാ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ കാണാൻ തന്നെ നല്ല രസമില്ലേ കാണാൻ. ഇനി ഇതാ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഈ സ്നാക്സ് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പുറംഭാഗം നല്ലോണം കരിഞ്ഞു പോയിട്ട് ഉള്ളു വേവാതിരിക്കും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2-3 മിനിറ്റ് മതി ഇതൊന്ന് കുക്ക് ചെയ്ത് വരാൻ. തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്സ് ആണിത്. വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് വെറുതെ ഇരുന്ന് കുറിക്കാനൊക്കെ ഇത് ധാരാളമായിരിക്കും. 1 മാസം വരെ ഇത് കേടുകൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പൊ ഇതാ എല്ലാം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിതാ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ഇത് ഉണ്ടാക്കിയ പാട് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് തണുത്ത് കഴിഞ്ഞ ശേഷം നല്ല ക്രിസ്പി ആയി വരും. ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പൊ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതേപോലെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നല്ല കുൽക്കുൽ ഇവിടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. വളരെ ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ കമന്റും കൂടി ചെയ്യുക. ഓക്കെ, ബൈ.